ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ടവർ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു വഴിത്തിരിവ് സംഭവിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ നല്ലതല്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുന്നു എന്ന് തന്നെയാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൊരു മെസ്സേജ്. അപ്പോൾ ജീവിതത്തിൽ പുതിയ ആശയങ്ങൾ വരുന്നുണ്ട്, ഒരു സഡൻ ചേഞ്ച് വരുന്നു എന്നാണ്. ചില ആൾക്കാർക്ക് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ തെറ്റായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു വലിയ നഷ്ടം നേരിട്ട വ്യക്തികളാകാം നിങ്ങൾ. ആ നഷ്ടം എങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ആരാണ് അതിന് പിറകിൽ പ്രവർത്തിച്ചത്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മുൻപത്തേക്കാൾ മെച്ചപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുതന്നെയാണ് ഇവിടെ നമുക്ക് രണ്ടാമതായി കിട്ടിയിട്ടുള്ളത് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തിരുന്ന കാര്യത്തിനുള്ള ഫലം കിട്ടി എന്നുള്ളതാണ്, കിട്ടി തുടങ്ങുന്ന ഒരു എനർജിയാണ്. ഒരു ബിസിനസ്സാണ് നിങ്ങൾ തുടങ്ങിയതെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് ഒരു പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. പിന്നെ നിങ്ങൾ കുറച്ചുകൂടി അത് എസ്റ്റാബ്ലിഷ്ഡ് ആക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഈ സമയം ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ കുറേ ആൾക്കാർ ഒരു യാത്ര പോകുന്ന എനർജി കാണുന്നുണ്ട്. അതായത് പൈസ സംബന്ധമായിട്ട് ഒരു യാത്ര നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. കുറേയധികം കാര്യങ്ങൾ ഈ ഒരു സമയം അച്ചീവ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ കാണുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ ബാധ്യതകളൊക്കെ ഒന്ന് മാറി നമുക്ക് നല്ല വീടുണ്ടാക്കാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു ഏറ്റവും നല്ല വാഹനത്തിൽ സഞ്ചരിക്കാൻ പറ്റും. ഏറ്റവും നല്ല ജോലി നമുക്ക് കിട്ടും. നമുക്ക് യാത്രകളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ കാണാൻ ശ്രമിക്കുക, നന്മ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കപ്പെടുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. നിങ്ങളെ അബൻഡൻസിലേക്ക് നയിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. അത് നിങ്ങളെ വലിയ രീതിയിലുള്ള ഒരു സക്സസിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുന്നൊരു കാര്യമാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇതിൽ നിങ്ങളിലേക്കൊരു അധികാരമൊക്കെ വരുന്നൊരു സമയമാണ്. അപ്പോൾ പൈസ നിങ്ങളിലേക്ക് വരുന്നൊരു എനർജിയാണ്. തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൻസിന്റെ ഒരു എനർജിയാണ്. ഇതിൽ വിക്ടറിയാണ്. മാത്രമല്ല മറ്റുള്ളവരുടെ സഹായം കൂടാതെ സ്വയം കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങളിവിടെ ആക്ഷൻ എടുക്കണം എന്നാണ്. മാക്സിമം നമ്മൾ ആരുടെയും സഹായം പ്രതീക്ഷിക്കാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ആ ഒരു ചിന്ത മാറ്റി
സ്വയം യാത്ര ചെയ്യാനായിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ സന്നദ്ധരാവണം എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടേതായ സ്ഥാനവും നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്ക് വിക്ടറിയും ഉണ്ടെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇതിലും ഒരു ട്രാവൽ കാണുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾ വളരെ പെട്ടെന്ന് തീരുമാനിച്ച് എന്തോ ഒരു കാര്യം ചെയ്യാൻ പുറപ്പെടുന്നൊരു എനർജി കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഫുൾ കാർഡാണ്. അപ്പോൾ ഇതിലൊരു പുതിയ തുടക്കമാണ്. അതായത് നിങ്ങൾ വളരെ കോൺഫിഡൻസോടു കൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളും നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം നിങ്ങൾ തുടങ്ങുമ്പോൾ എന്തൊക്കെ കടമ്പകളാണ് നിങ്ങൾ കടക്കേണ്ടത്, ആരൊക്കെ നിങ്ങളെ എതിർക്കും, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ടും നിങ്ങളിവിടെ മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഏതൊരു തടസ്സത്തെയും തീർച്ചയായിട്ടും നിങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതായത് വരുന്നിടത്ത് വെച്ച് കാണാം, അങ്ങനത്തെ ഒരു കോൺഫിഡൻസോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നൊരു എനർജിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും ഈ ഒരു സമയം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകുന്നു എന്നാണ്. നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ ആ ഒരു ഭയത്തെയൊക്കെ മറികടന്ന് നിങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ വഴിയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എന്തും വരട്ടെ എന്നുള്ളൊരു ഭാവത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകുന്നൊരു എനർജിയാണിത്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു സംശയങ്ങളൊക്കെ നിങ്ങൾ വിട്ടുകളഞ്ഞ് വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് ചുവട് വയ്ക്കുക എന്നുള്ളതാണ് ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്നൊരു മെസ്സേജ്. പിന്നെ ഇവിടെ പേജ് ഓഫ് ഫാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു സമയമാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഏതോ ഒരു കാര്യത്തെപ്പറ്റി ഒരു പുതിയ ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ്. എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ആ ഒരു സംശയം നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കുന്നുണ്ട്. പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഞാൻ പോകേണ്ട വഴി എന്താണ് എന്ന് നിങ്ങളിവിടെ മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന പുതിയ ഒരു ന്യൂസ് ഈ സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റിൽ നിർത്തിയിട്ടിരുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു വരുന്നൊരു എനർജിയാണിത്. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ അത് പൂർത്തിയാക്കാതെ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങൾ ഈ ഒരു സമയം പൂർത്തിയാക്കണം എന്നുള്ളതാണ്. ഒരു പക്ഷേ അത് ഹീലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ പഠിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ട് വേണ്ടാന്ന് വെച്ചതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ എന്താണെങ്കിൽ പോലും അത് നിങ്ങൾ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. ചില ആൾക്കാർ പ്രാർത്ഥനകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ തീരുമാനിക്കുന്നുണ്ടായിരിക്കണം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ്, ഒരു പുതിയ തുടക്കമാണ്. നിങ്ങളെന്തോ സ്റ്റോപ്പ് ചെയ്തൊരു കാര്യം അത് വീണ്ടും ഇവിടെ തുടങ്ങി വയ്ക്കാൻ ആഗ്രഹിക്കുന്നൊരു സമയമാണ് ഇതെന്നുള്ളതാണ്. പിന്നെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 5 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പുറത്തു പറയാതിരിക്കാൻ പറ്റാത്ത വേദനയിലിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുള്ളതാണ്. ഇത് നമ്മളുടെ മനസ്സിൽ മാത്രം കൊണ്ടു നടക്കുന്ന കുറേ വേദനകളുണ്ട്. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു ചിന്ത, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നമ്മളുടെ തന്നെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പോൾ അത് പുറത്തു പറഞ്ഞാൽ മറ്റുള്ളവർ എന്നെ എങ്ങനെ കാണും എന്നൊരു തോന്നൽ, അവരെന്നെ മോശമായിട്ട് കാണുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ രാത്രിയിലൊക്കെ ഒറ്റയ്ക്കിരുന്ന് കരയുകയോ അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു എനർജിയാണിത്. അതായത് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, അങ്ങനെ ആവശ്യമില്ലാത്ത ഭയം, നിരാശ, ഉത്കണ്ഠ, ഇതെല്ലാം
നിങ്ങൾക്കുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഇപ്പോൾ കൂടെ ചിലപ്പോൾ കുറേ ആളുകൾ ഉണ്ടാവാം നിങ്ങളുടെ കൂടെ, പക്ഷെ അവരിൽ നിന്നൊന്നും യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലായിരിക്കാം. ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലിരിക്കുന്ന ഒരു വ്യക്തിയാകാം നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്കിവിടെ ഡിവൈൻ നൽകുന്ന ഒരു മെസ്സേജ് എന്തെന്നാൽ, നിങ്ങളുടെ വേദനകൾ, ഒറ്റപ്പെടലുകൾ ഇതൊക്കെ ദൈവം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ഒരു ഒറ്റപ്പെടലൊക്കെ മാറി നിങ്ങൾക്കൊരു അനുഗ്രഹം തീർച്ചയായിട്ടും വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിൽ നിന്ന് വേണ്ടാത്ത ചിന്തകളൊക്കെ ഒന്ന് മാറ്റി പോസിറ്റീവായിട്ടൊന്നിരിക്കുക. നെഗറ്റീവ്സിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. നിങ്ങളിലെ വേദന നിങ്ങൾ ഈ ഒരു സമയം ഹീൽ ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആരും അറിയാത്ത കുറേ രഹസ്യങ്ങളുള്ള ആൾക്കാർ, നിങ്ങൾ ചില കാര്യങ്ങൾ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കുക. അത് മറ്റാരോടും ഈ ഒരു സമയം നിങ്ങൾ തുറന്നു പറയേണ്ടതില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഇത്തരം ഭാരങ്ങൾ യൂണിവേഴ്സിന് നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ അപ്പോഴത്തെ ആ ഒരു വിഷമം കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ കൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ എപ്പോഴാണ് നമുക്ക് ശത്രുക്കളായി വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അവരെ പിന്നീട് നമുക്ക് പേടിക്കേണ്ടതായിട്ട് വരും. നമുക്കൊരിക്കലും അവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂല. രണ്ട് സാഹചര്യങ്ങളെ ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റൂല. അതായത് നമുക്ക് നമ്മുടെ രഹസ്യങ്ങൾ പുറത്ത് അറിയാതെയും നോക്കണം. ഈ ഒരു വ്യക്തിയെ നമുക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ടതില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സ്വയം മനസ്സിൽ വെക്കുക. നിങ്ങൾ യൂണിവേഴ്സിന് അത് സമർപ്പിച്ചു കൊടുക്കുക, സറണ്ടർ ചെയ്ത് കൊടുക്കുക. ദൈവത്തിനോട് മാത്രം നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങളും പരാതികളും പറയുക. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ മിസ്റ്റേക്സ് വരാം. നമ്മളത് കാണുന്നില്ല എന്നേ ഉള്ളൂ. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വ്യക്തികൾക്കും ഓരോ പോരായ്മകളുണ്ട്. അപ്പോൾ അതൊന്നും തന്നെ നമ്മൾ വലിയ കാര്യങ്ങളാക്കി എടുക്കേണ്ടതില്ല. നമുക്ക് സംഭവിക്കുന്ന ഒരു ചെറിയ തെറ്റാണെങ്കിൽ പോലും അത് നമ്മൾ കാര്യമാക്കേണ്ടതില്ല. എല്ലാവരുടെ ജീവിതത്തിലും ഇതെല്ലാം ഉള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിലൊരു പാഠം പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു അനുഭവം നമുക്ക് മറ്റൊരു തുടക്കത്തിനുള്ള അനുഗ്രഹമാക്കി ഒന്ന് നമ്മൾ കരുതിയാൽ മതി. അല്ലെങ്കിൽ മറ്റൊരു അധ്യായത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ് എന്ന് മനസ്സിലാക്കുക, അതിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് എത്ര മോശം സാഹചര്യമാണെങ്കിൽ പോലും ഓരോ അനുഭവങ്ങളും അതിൽ നിന്നും ഓരോ പാഠങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അനുഭവങ്ങൾ ഗുരുവെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് തന്നെ ഈ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ നിങ്ങളങ്ങനെ ഇരിക്കരുത് എന്നുള്ളതാണ്. കാരണം എന്തെന്നാൽ ഈ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് നിങ്ങളെ ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു കാര്യം, അല്ലെങ്കിൽ മിസ്സിംഗ് ആയൊരു കാര്യത്തെ പറ്റി നിങ്ങൾ ഇനിയും ശ്രദ്ധിക്കേണ്ടതില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ, അത് വ്യക്തികളായിട്ടും സാഹചര്യങ്ങളായിട്ടും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിനോടകം തന്നിട്ടുണ്ടാവാം, പക്ഷേ നിങ്ങളത് ഇവിടെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ചിന്തയും നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുന്നതും എല്ലാം നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളും അല്ലെങ്കിൽ ലഭിക്കാത്ത കാര്യങ്ങളെ പറ്റിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് ചെറിയ അനുഗ്രഹങ്ങളാണെങ്കിൽ പോലും ഈ ഒരു സമയം അതൊക്കെ ഓർത്ത് നമ്മളൊന്ന് നന്ദി പറയുക. പിന്നെ ഇവിടെ 5 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡെവിളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ കൂടെയുള്ള ആരോ, അതായത് മറ്റൊരു മുഖം കാണിക്കുന്ന ഒരു മാസ്ക് ഇട്ട ആരോ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ മുന്നിൽ ഒരു മുഖം, അവരുടെ മനസ്സിൽ മറ്റൊരു ചിന്ത. നിങ്ങളെ കാണുന്ന സമയത്ത് അവർ വളരെ നല്ല പോലെ കൂട്ടായിട്ട് അല്ലെങ്കിൽ സ്നേഹത്തോടെ നന്നായിട്ട് ഇടപെട്ട് നിങ്ങളോട് സംസാരിക്കുമായിരിക്കാം. പക്ഷേ നിങ്ങളെ കാണാത്ത സമയത്ത് വേറെ ഒരു സ്വഭാവം കാണിക്കുന്ന ആൾക്കാർ, തീർച്ചയായിട്ടും അവരെ ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ചുറ്റും ഒരു ഫേക്ക് എനർജിയുള്ള ആൾക്കാരുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിക്കാതിരിക്കുക.
നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. ഇപ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരും അല്ലെങ്കിൽ ചുറ്റുമുള്ള പല കാര്യങ്ങളും അത് ഫേക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള കാര്യങ്ങൾ അത് ഫേക്ക് ഏതാണെന്നും നല്ലതേതാണെന്നും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇപ്പോൾ പല കാര്യങ്ങളും പലരും പരസ്യത്തിന് വേണ്ടിയൊക്കെ പറയും. അതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ച് അതിൻ്റെ പിറകെ നിങ്ങൾ പോകാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധ കാണിച്ച് വേണം ഈ ഒരു സമയം ഓരോ കാര്യത്തിലും നിങ്ങൾ ഇടപെടാൻ. പ്രത്യേകിച്ചും ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളിലുള്ള ഒരു കാര്യത്തെ മറ്റുള്ളവരെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് അധ്വാനിച്ച് സ്വന്തമാക്കിയ കാര്യം, ആ ഒരു കാര്യമായിരിക്കാം മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത്. അത് പൈസയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനമാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൈസയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ആരെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. ചിലപ്പോൾ പലരും പലതും പറഞ്ഞ് നിങ്ങളുടെ അടുക്കൽ സമീപിക്കാം. അപ്പോൾ അതൊന്നും നിങ്ങൾ ഈ ഒരു സമയം വിശ്വസിക്കാതിരിക്കുക. തീർച്ചയായിട്ടും എല്ലാവരെയും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കുറേ ആളുകൾ നിങ്ങളോട് മത്സരബുദ്ധിയോടെ പെരുമാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് കരുതലോടെ ഇരിക്കേണ്ട ഒരു സമയമാണ്. പിന്നെ ഇവിടെ ഏസ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു സ്നേഹം തോന്നുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കേണ്ടിയിരിക്കുന്നു എന്ന് സ്വയം തിരിച്ചറിയുന്ന ഒരു സമയമാണിത്. ദൈവാനുഗ്രഹം വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടവർ സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് അവിടെ ചിലപ്പോൾ ദൈവാനുഗ്രഹം മറഞ്ഞു നിൽക്കുന്നത് കൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമല്ലായിരുന്നിരിക്കാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട് ദൈവികമായിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്ത് ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആ ഒരു ഫലം ഈ സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല സ്നേഹം, മനസ്സിന് സമാധാനം, അതുപോലെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത്, പിന്നെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിന് എന്തെങ്കിലും വിള്ളലുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മാറുന്നൊരു എനർജിയാണ്. പിന്നെ വീട്ടിലൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അതുപോലെ കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ എന്തെങ്കിലും തരത്തിൽ ക്ലാഷസ് ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മാറിയിട്ട് വീണ്ടും ഒരു യൂണിയൻ, അതായത് നമ്മൾ ഒരുമിച്ച് പോകേണ്ടിയവരാണ് എന്നൊരു ചിന്ത വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് മാത്രമല്ല ഈ ഒരു ചിന്ത വരുന്നത്, നിങ്ങളുടെ ഒപ്പമുള്ളവർക്കും അങ്ങനെ ഒരു ചിന്ത തീർച്ചയായിട്ടും വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരു പുതിയ തുടക്കമാണ്. ഇതിൽ പുതിയൊരു ലവ് ഓഫറൊക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രതീക്ഷകളില്ലായിരുന്ന ആൾക്കാർക്ക്, അതായത് എൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ ആയിരിക്കും, എനിക്ക് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്നവർക്ക് അങ്ങനെയല്ല. അതായത് നിങ്ങൾ ചിന്തിച്ച ആ ഒരു കാര്യം അത് തെറ്റായ ചിന്തയായിരുന്നു. അപ്പോൾ അങ്ങനെയല്ല എന്നൊരു വിശ്വാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്നൊരു സമയമാണ്. ഇതിൽ നിങ്ങൾക്ക് പുതിയ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ സ്നേഹം തോന്നും. അതായത് നിങ്ങളോടും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോടും ഒക്കെ ഒരുപാട് സ്നേഹമാണ് ഈ സമയം നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ സ്നേഹമെന്ന് പറയുന്നത് അത് നമ്മൾ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുക, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആകുമ്പോഴാണ് ഈ സ്നേഹമെന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായി തീരുന്നത്. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കിവിടെ പുതിയൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് വരുന്നു എന്നാണ് തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ കുറേ ആൾക്കാരോട് പല കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അതായത് പാസ്റ്റിൽ, അല്ലെങ്കിൽ നിങ്ങളെ അവിശ്വസിക്കുന്ന, നിങ്ങളെ വിശ്വസിക്കാത്ത ആൾക്കാർ, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്ത ചില ആൾക്കാരോട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അത്രയും വിശദീകരിക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിരുന്നിരിക്കാം. കാരണം മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ
ചിലപ്പോൾ തുറന്ന് പറയേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നിരിക്കാം. നിങ്ങൾ സത്യസന്ധത നിങ്ങളുടെ ആ ഒരു സത്യസന്ധത മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവർ ആ ഒരു സമയം നിങ്ങളെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ലായിരുന്നു എങ്കിൽ, നിങ്ങൾ എത്ര പറഞ്ഞിട്ടും അവർ നിങ്ങളെ വിശ്വസിക്കുന്നില്ലായിരുന്നു എങ്കിൽ, ഈ ഒരു സമയം നിങ്ങളൊരു തീരുമാനം എടുക്കുന്നുണ്ട്. അതായത് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിന് മാത്രം നിങ്ങൾ നിലകൊള്ളുമെന്നുള്ളതാണ്. അപ്പോൾ കുറേയധികം സ്ട്രഗിൾസും ഒബ്സ്റ്റക്കിൾസും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങളിവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പലരെയും അവഗണിക്കേണ്ട സാഹചര്യങ്ങൾ വരുമായിരിക്കാം. അവിടെയൊക്കെ നിങ്ങളുടെ വിശ്വാസത്തെ മാത്രം നിങ്ങൾ മുൻനിർത്തി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഈ ഒരു സമയം മറ്റാരുടെയും അഭിപ്രായം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു ഉറച്ച നിലപാടുണ്ട്. ആ ഒരു നിലപാടനുസരിച്ച് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ സമയം നിങ്ങളെ പരീക്ഷിക്കുന്നതിനായിട്ട് ചില ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പല ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം. അതായത് അന്ന് അങ്ങനെ ആയിരുന്നോ, എന്തായിരുന്നു അതിന് കാരണം എന്നൊക്കെ. അതായത് നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യമുള്ള ചില ആളുകൾ അവർ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ആ ഒരു കാര്യം അത് ഈ ഒരു സമയം നിങ്ങൾ സംരക്ഷിച്ച് വെക്കുക. അങ്ങനെയുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. കാരണം ഇവിടെ 5 ഓഫ് വാൻഡ്സും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അധ്വാനിച്ച് നേടിയ ഒരു കാര്യം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. പിന്നെ ഇവിടെ ഹാൻഡ്മാൻ വന്നിട്ടുണ്ട്. ഇതിൽ സ്റ്റക്കായി നിന്ന ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങളൊന്ന് മൂവ് ആകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഇത് നിങ്ങളെ കുറേ കാലം കൊണ്ട് ഒരനക്കവും ഇല്ലാതെ പോസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരിക്കാം. അത് പല ആൾക്കാരും വിചാരിക്കുന്നുണ്ടാവാം ഇത് നിങ്ങൾക്കൊരു ശിക്ഷയാണ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെയല്ല. ഈ ഡിലേ വരുന്ന പല കാര്യങ്ങളും നമുക്കുള്ളൊരു നന്മയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് ഡിലേ വരും. അല്ലെങ്കിൽ നമുക്കിതിനെക്കാട്ടിലും നല്ല കാര്യങ്ങൾ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഈ ഒരു കാര്യത്തിൽ ഡിലേ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡിലേ വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ദൈവമായിട്ട് ചില കാര്യങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അത് ചെയ്യണ്ട അല്ലെങ്കിൽ അത് വേണ്ട എന്നത് ദൈവത്തിൻ്റെ ഒരു തീരുമാനമാണ്. ദൈവം നിങ്ങൾക്ക് നല്ല ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും വെച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യത്തിന് ഡിലേ ഉണ്ടാക്കിയത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ നിങ്ങൾ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നുവെന്നാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു കാര്യം സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ട്രൂത്ത് ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഇത് ചിലപ്പോൾ ചില വ്യക്തികളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതുമാകാം. പിന്നെ ഇവിടെ 7 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ച് ഇങ്ങനെ മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെക്കുന്ന കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ തുടങ്ങണം എന്നുള്ളതാണ്. അതായത് ഈ സമയം നിങ്ങൾക്ക് കുറേ ചോയ്സസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും, എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇതിലേത് തിരഞ്ഞെടുക്കണം എന്നൊക്കെ ഒരുപാട് നമുക്ക് ഒരു കാര്യത്തിൽ വിഷമം ഉണ്ടാകാം. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ വളരെ ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് വേണം നിങ്ങൾ ചോയ്സ് എടുക്കാൻ എന്നുള്ളതാണ്. ഇപ്പോൾ ഏതെങ്കിലും ആൾക്കാരോടുള്ള ഒരു ഓവർ അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നമ്മളുടെ പ്രാക്ടിക്കലായിട്ടുള്ള പല കാര്യങ്ങളും മാറ്റിവെച്ച് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങളുടെ മുന്നിൽ വരുമെന്നുള്ളതാണ്. ജോലി സംബന്ധമായിട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്താണെങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് മാത്രം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ സ്റ്റാറാണ്. ഇതിൽ നിങ്ങൾക്ക് വളരെ വലിയ പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങൾ ഈ സമയം ഉണ്ടാകുമെന്നുള്ളതാണ്.
ഒരു ഡിവൈൻ ഗൈഡൻസ് ഒക്കെ ഈ സമയം ഉണ്ടെന്ന് കാണുന്നുണ്ട്. മാത്രമല്ല പഴയ കുറേ വേദനകൾ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകളൊക്കെ അനുഭവിച്ച സാഹചര്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ആ ഒരു കാര്യം ഈ ഒരു സമയം ഹീലായി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഹീലാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ മുറിവുകളൊക്കെ ഉണങ്ങുക എന്നാണ്. അത് നമ്മളുടെ മനസ്സിനേറ്റതായാലും അല്ലെങ്കിൽ ശരീരത്തിനേറ്റതായാലും. അപ്പോൾ ഇതിൽ കുറേ നിരാശകൾക്ക് ശേഷം നിങ്ങൾക്കൊരു വെളിച്ചം വരുന്നൊരു എനർജിയാണ്. അപ്പോൾ ഇരുണ്ട ആകാശത്ത് ഒരു നക്ഷത്രം നിങ്ങളെ നോക്കി ചിരിക്കുന്നു എന്ന് പറയും പോലെ, അപ്പോൾ അതൊരു പ്രതീക്ഷയാണ്. ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയം കുറേ ആൾക്കാർ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങളെ ഫോളോ ചെയ്യാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങളെ അവർ മെൻറ്ററായിട്ട് കണക്കാക്കുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ഒരു പ്രമോഷൻ പോലെ ആരോ നിങ്ങൾക്ക് എന്തോ കാര്യം ചെയ്തു തരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗ്രോത്ത്, ഒരു ആത്മീയ വളർച്ച ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് നിരാശയിലൂടെ പോയ എന്തൊക്കെയോ കാര്യങ്ങൾ അത് ഈ ഒരു സമയം ഹീലാകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നൊരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല നിങ്ങളെ കാണാനൊരു പ്രത്യേകതയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് സ്വയം തോന്നി തുടങ്ങുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബോട്ടം വന്നിട്ടുണ്ടായിരുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും ഇവിടെ പുതിയ തുടക്കമാണ്. ഫുൾ കാർഡ് ഉണ്ട്, ഏസ് ഓഫ് കപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാം പുതിയ തുടക്കമാണ്. നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ ഒരു വിഷമഘട്ടം ഇവിടെ അവസാനിച്ച് പുതിയ തുടക്കത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് ഇവിടെ സാധിക്കുന്നുണ്ട്. അത് സാമ്പത്തികപരമായിട്ടുള്ള തുടക്കങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുതിയ തുടക്കങ്ങളാകാം, കരിയറിലുള്ള തുടക്കങ്ങളാവാം. അപ്പോൾ അങ്ങനെ എന്താണെങ്കിൽ പോലും ഒരു തുടക്കം, പുതിയ തുടക്കം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.